ഇന്നിപ്പോൾ കേരള ബാങ്ക് എടുത്തിരിക്കുന്ന നിലപാട് എന്ന് പറയുന്നത് അങ്ങേയറ്റം പ്രശംസനീയമാണ് എന്ന കാര്യത്തിലൊരു സംശയവുമില്ല. ഇപ്പോൾ ചെറിയൊരു തുകയാണെങ്കിൽ കൂടിയും ഈ ദുരിതം അനുഭവിക്കുന്ന മനുഷ്യർക്ക് ഒരു വലിയ കൈത്താങ്ങാണ് ഇന്നത്തെ കേരള ബാങ്കിൻ്റെ തീരുമാനമാണ്. അത് ആദ്യം തന്നെ അതിനെ അഭിനന്ദിച്ചുകൊണ്ട് തുടങ്ങാമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. കാരണം നമ്മുടെ രാജ്യത്ത് ഈ വലിയ ശതകോടീശ്വരന്മാരുടെയൊക്കെ കോടിക്കണക്കിന് രൂപയുടെ കടമാണല്ലോ എഴുതിത്തള്ളുന്നത്. അപ്പോഴാണ് ഈ ദുരിതത്തിൽപ്പെട്ടിട്ടുള്ള മനുഷ്യർക്ക് വേണ്ടിയിട്ട് കേരള ബാങ്ക് പോലൊരു സ്ഥാപനം വളരെ മാതൃകാപരമായൊരു നിലപാടെടുത്തിരിക്കുന്നത്. മറ്റു ബാങ്കുകൾക്കും ആ മാതൃക പിന്തുടരേണ്ടി വരും എന്ന് തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത്. അതൊരു വലിയ ആശ്വാസമായിരിക്കും ഈ വയനാട്ടിലെ ദുരന്തബാധിതർക്ക് എന്ന് തന്നെ ഞാൻ കരുതുന്നു. അതുകൊണ്ട് അതിനെ ഞാൻ ആദ്യം തന്നെ അഭിനന്ദിക്കുന്നു. മറ്റിപ്പോൾ ഈ പറയുന്ന പ്രശ്നങ്ങളൊക്കെ, ഈ ക്യാമ്പുകളിലെ പ്രശ്നങ്ങൾ, സർക്കാർ അടിയന്തരമായി ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ നിങ്ങൾ നാലുപേരും വിശദമായി പറഞ്ഞുകൊണ്ട് ഞാനൊരു കാര്യം ആഗ്രഹിക്കുന്നത്, വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയം ഈ സന്ദർഭത്തിൽ ചർച്ച ചെയ്ത് തുടങ്ങേണ്ട സമയമായി മലയാളികൾ എന്നാണ്. നോക്കൂ, ഇപ്പോൾ ചൂരൽമലയിലും മുണ്ടക്കയിലുമൊക്കെ ഉണ്ടായിട്ടുള്ള പ്രകൃതി ദുരന്തമെന്ന് പറയുന്നത് നമ്മുടെ ഈ ചെറിയ ഭൂപ്രദേശത്ത് വരാനിരിക്കുന്ന, സംഭവിക്കാനിരിക്കുന്ന വലിയ ദുരന്തങ്ങളെ കുറിച്ചുള്ളൊരു മുന്നറിയിപ്പാണ് എന്ന് ഞാൻ വിചാരിക്കുന്നു. വലിയ ഭീഷണികളാണ് കേരളം എന്ന ഭൂപ്രദേശം യഥാർത്ഥത്തിൽ നേരിടാനിരിക്കുന്നത്, പ്രത്യേകിച്ച് കാലാവസ്ഥാ വ്യതിയാനത്തിൻ്റെയൊക്കെ ഈ ഒരു കാലഘട്ടത്തിൽ. ഇപ്പോൾ നമ്മൾ മാധവ് ഗാഡ്ഗിൽ റിപ്പോർട്ടിനെ കുറിച്ച് പറയും. ആ റിപ്പോർട്ടിനെ സംബന്ധിച്ച് പല വിവാദങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ കൂടിയും ആ റിപ്പോർട്ടിന് രണ്ട് വശങ്ങളുണ്ട്. ഒന്ന്, മാധവ് ഗാഡ്ഗിൽ പഠിച്ചത് യഥാർത്ഥത്തിൽ ഈ പശ്ചിമഘട്ടത്തിലുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന സംസ്ഥാനങ്ങളിലെ പരിസ്ഥിതി പ്രശ്നങ്ങളാണ്. അതൊരു ഫാക്ട് ഫൈൻഡിങ് ആണ്, അക്കാര്യത്തിൽ തർക്കമില്ല. അതിൻ്റെ സൊല്യൂഷനുമായി ബന്ധപ്പെട്ട് പല വിവാദങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിലും ആ കണ്ടെത്തൽ എന്ന് പറയുന്നത് 1,29,000 സ്ക്വയർ കിലോമീറ്റർ വരുന്ന ഭൂപ്രദേശങ്ങൾ, 6 സംസ്ഥാനങ്ങളിലായുള്ള ഭൂപ്രദേശം, പശ്ചിമഘട്ടവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ഭൂപ്രദേശം അങ്ങേയറ്റം ഫ്രജയിലാണ്, അപകടകരമായ സ്ഥിതിയിലാണ് എന്നാണ് അദ്ദേഹം കണ്ടെത്തിയിരിക്കുന്നത്. അത് വസ്തുതാപരമായിട്ടുള്ളൊരു കണ്ടെത്തലാണ്. എന്നാൽ അതിന് പകരമായി അദ്ദേഹം അതിൻ്റെ സൊല്യൂഷൻസ് നിർദ്ദേശിക്കുമ്പോൾ അവിടെയൊന്നും കെട്ടിട നിർമ്മാണങ്ങൾ പാടില്ല, അവിടെ നിന്ന് ആളുകളെ മാറ്റണം എന്നൊക്കെയുള്ള സൊല്യൂഷൻസാണ് നിർദ്ദേശിച്ചിരിക്കുന്നത്. അതൊക്കെ എത്രത്തോളം സാധ്യമാകും, അല്ലെങ്കിൽ അതിനകത്തൊരു സമവായം കണ്ടെത്താനാകുമോ എന്ന കാര്യങ്ങളിലൊക്കെ നമുക്കൊരു ചർച്ചയാകാവുന്നതാണ്. ഇപ്പോൾ നോക്കൂ, നമ്മൾ കടൽ യാത്ര ഒട്ടും തന്നെ സുരക്ഷിതമല്ല അല്ലേ? എന്നിട്ട് മനുഷ്യർ കടലിലൂടെ യാത്ര ചെയ്യുന്നില്ലേ? കടൽ യാത്ര ചെയ്താണ് നമ്മൾ ഓരോ ഭൂഖണ്ഡങ്ങളും കണ്ടെത്തിയത്. അപ്പം അല്ലെങ്കിൽ കടൽ യാത്ര അപകടമാണ്, കടൽ അപകടകരമാണ് എന്ന് വിചാരിച്ച് നമ്മൾ മത്സ്യബന്ധനം നടത്താതിരിക്കുന്നല്ലോ. അപ്പം മനുഷ്യർ ഇതിനെയൊക്കെ മറികടക്കാനുള്ള സാങ്കേതിക വിദ്യ കണ്ടുപിടിച്ചിട്ടുണ്ട്, അതിനൊക്കെ മറുപടി കണ്ടെത്തിയിട്ടുണ്ട്. അതുകൊണ്ട് ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളെ അതിജീവിക്കാൻ നമുക്ക് കഴിയും. പക്ഷേ അതിന് കഴിയണമെങ്കിൽ ആദ്യം നമ്മൾ നമ്മുടെ ഇക്കോളജി എത്രത്തോളം ഫ്രജയിലാണ് എന്ന കാര്യം അംഗീകരിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് ഞാൻ പറയുന്നത്, ഈ സമയത്ത് നമ്മൾ അത്തരത്തിലുള്ളൊരു ചർച്ചയും കൂടി ആരംഭിക്കണമെന്നാണ്. ഇപ്പോൾ വയനാട്ടിൽ ഞാൻ മനസ്സിലാക്കുന്നത് കൽപ്പറ്റയിൽ ഓഗസ്റ്റ് 15-ാം തീയതി, അടുത്ത ദിവസം മാധവ് ഗാഡ്ഗിൽ വരുന്നുണ്ട്. അവിടെ അവർ സേവ് വയനാട് സെമിനാറൊക്കെ ആരംഭിക്കുന്നുണ്ട്. ഇത്തരത്തിലുള്ള ചർച്ചകൾ ആരംഭിക്കണം വളരെ ഗൗരവത്തോടുകൂടി. ഞാൻ ഈ കാര്യത്തിൽ ഈ ഓരോ രാഷ്ട്രീയ പാർട്ടികളും ഈ വിഷയത്തെ ഗൗരവത്തോടുകൂടി കാണണമെന്ന അഭിപ്രായം ആവർത്തിച്ച് പറയാനാണ് ആഗ്രഹിക്കുന്നത്. കാരണം വെച്ചാൽ ഈ രാഷ്ട്രീയ പാർട്ടികളാണല്ലോ സംസ്ഥാനം ഭരിക്കുക, അവർക്ക് അതിനകത്തൊരു പോളിസി ഉണ്ടാവണം. നിങ്ങളിപ്പോൾ ക്ഷേമ പെൻഷൻ ഉയർത്തും എന്ന് പറയുന്നത് പോലെ, അല്ലെങ്കിൽ ഇത്ര ആളുകൾക്ക് തൊഴിൽ കൊടുക്കും എന്ന് പറയുന്നത് പോലെ, അല്ലെങ്കിൽ അവശ്യ സാധനങ്ങളുടെ വില വർദ്ധിപ്പിക്കില്ല എന്ന് പറയുന്നത് പോലെ, ഓരോ രാഷ്ട്രീയ പാർട്ടിക്കും കേരളത്തിൻ്റെ പരിസ്ഥിതിയിൽ അവർ സ്വീകരിക്കാൻ പോകുന്ന സമീപനം എന്താണെന്ന് കൂടി ഈ പറയുന്ന മാനിഫെസ്റ്റോയിൽ ഉൾപ്പെടുത്തണമെന്ന അഭിപ്രായക്കാരനാണ് ഞാൻ. കാരണം അങ്ങനൊരു രാഷ്ട്രീയ സാഹചര്യത്തിലേക്ക്, സാമൂഹ്യ സാഹചര്യത്തിലേക്ക് നമ്മൾ എത്തിയിട്ടുണ്ട്. ആ യാഥാർത്ഥ്യത്തെയാണ് ഈ പറയുന്ന വയനാട് ദുരന്തം, ഇനിയിപ്പോൾ നമ്മൾ അങ്ങനെ പറയുന്നില്ല, ചൂരൽമല ദുരന്തം അല്ലെങ്കിൽ മുണ്ടക്കൈ ദുരന്തം ചൂണ്ടിക്കാണിക്കുന്നത്. ഈ സംസ്ഥാനത്ത് ചൂഴ്ന്നു നിൽക്കുന്ന വലിയ അപകടങ്ങളെയാണ്. എത്ര അനധികൃത കോറികളാണെന്നറിയാവോ ഈ സംസ്ഥാനത്ത് ഒരു തടസ്സവും കൂടാതെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്? ഈ അനധികൃത കോറികൾ എന്നൊക്കെ പറയുന്നത് രാഷ്ട്രീയ പാർട്ടികളുടെ വലിയ വരുമാനമാണ് കേട്ടോ. രാഷ്ട്രീയ പാർട്ടികളുടെയും ചില രാഷ്ട്രീയ നേതാക്കളുടെയും ഇവിടുത്തെ ഈ പറയുന്ന ഉദ്യോഗസ്ഥ വൃന്ദത്തിൻ്റെയും ഒത്താശയോടുകൂടിയാണ് ഈ ക്വാറികളെല്ലാം ഇങ്ങനെ കേരളത്തിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. അതൊക്കെ എത്ര അപകടത്തിലേക്കാണ് ഈ സംസ്ഥാനത്തെ കൊണ്ടുപോകുക എന്നുള്ളത് ചെറിയൊരു കാര്യമല്ല. അതുകൊണ്ട് ഈ വിഷയം ഇനി നമ്മൾ വളരെ ഗൗരവത്തോടെ അഭിസംബോധന ചെയ്ത് തുടങ്ങേണ്ടിയിരിക്കുന്നു. അതിലേക്കാണ് ഈ ദുരന്തത്തിൽ നിന്ന് നമ്മൾ ഉൾക്കൊള്ളേണ്ട ഒരു പാഠമായിട്ട് കൂടി ഞാനതിനെ കാണുന്നു. ഒരു കാര്യം കൂടി പറഞ്ഞ് ഞാൻ അവസാനിപ്പിച്ചേക്കാം. ഈ കേന്ദ്ര സഹായവുമായി ബന്ധപ്പെട്ട് 15-ാം ധനകാര്യ കമ്മീഷൻ നടത്തിയിട്ടുള്ളൊരു ശക്തമായ ശുപാർശയുണ്ട്. അതെന്താണെന്ന് വെച്ചാൽ, ഓരോ സംസ്ഥാനത്തിൻ്റെയും സവിശേഷതകൾ മനസ്സിലാക്കിക്കൊണ്ട്, പ്രത്യേകതകൾ കണക്കിലെടുത്തുകൊണ്ട് കേന്ദ്ര പാക്കേജുകൾ പ്രഖ്യാപിക്കണമെന്നൊരു ശുപാർശ 15-ാം ധനകാര്യ കമ്മീഷൻ കൊടുത്തിട്ടുണ്ട്. ഇപ്പം നമ്മൾ ശ്രദ്ധിച്ചാലറിയാം, ഹിമാലയൻ സ്റ്റേറ്റ്സ് എന്ന് പറയുന്ന സംസ്ഥാനങ്ങൾക്ക് പ്രത്യേകമായ ഒരു പാക്കേജാണ് പ്രഖ്യാപിക്കുക ഇത്തരം ദുരന്തങ്ങൾ ഉണ്ടാകുമ്പോൾ. നോർത്ത് ഈസ്റ്റേൺ സ്റ്റേറ്റുകൾക്ക് പ്രത്യേകമായ പാക്കേജാണ് പ്രഖ്യാപിക്കുക ഇത്തരം ദുരന്തങ്ങൾ ഉണ്ടാകുമ്പോൾ. അതേപോലെ തന്നെ ഈ പറയുന്ന വെസ്റ്റേൺ ഗട്ട്സുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന സംസ്ഥാനങ്ങൾക്ക് പ്രത്യേകമായ പാക്കേജുകൾ, ആ പാക്കേജ് എന്ന് പറയുന്നത് ദുരന്തത്തിന് ശേഷം നൽകേണ്ട പാക്കേജ് അല്ല, ദുരന്തത്തിന് മുമ്പ് തന്നെ അതിൻ്റെ സാധ്യതകളെ കണ്ടെത്തി അതിനെ പ്രതിരോധിക്കാൻ കഴിയുന്ന സഹായങ്ങൾ ഈ പറയുന്ന കേന്ദ്രത്തിൽ നിന്നുണ്ടാകാനുള്ള സാഹചര്യം ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട്, പ്രസ്സിംഗ് സിറ്റുവേഷൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മളിനി മുൻകൈ എടുക്കേണ്ടതുണ്ട്. ഒരു കാര്യം നമ്മൾ ആലോചിക്കണം, പശ്ചിമഘട്ടത്തിൽ നിന്നാണ് ഈ കേരളം നദികളാൽ സമ്പന്നമായ സംസ്ഥാനമാണെന്ന് പറയുമ്പോൾ, ഈ നദികളൊക്കെ നല്ല രസമാണ്, ഒരു കുഴപ്പമില്ല, നമ്മുടെ ഭൂമിയെ വളരെ
ഫെർട്ടൈലാക്കുന്നുണ്ട്, നമുക്ക് കൃഷിയൊക്കെ ഗുണം ചെയ്യുന്നുണ്ട്. പക്ഷേ ഈ 44 നദികളിൽ 41 നദികളും ഉത്ഭവിക്കുന്നത് പശ്ചിമഘട്ടത്തിൽ നിന്നാണ്. അപ്പോൾ ഈ പശ്ചിമഘട്ടത്തിലുണ്ടാകുന്ന ഏത് തരത്തിലുള്ള വിള്ളലുകളും അതിഭീകരമായ പ്രകൃതി ദുരന്തത്തിലേക്ക് നമ്മുടെ സംസ്ഥാനത്തെ കൊണ്ടുപോകാം. അങ്ങനൊരു സാഹചര്യം ഭൂമിശാസ്ത്രപരമായി മലയാളികൾ അനുഭവിക്കുന്നുണ്ട്. അപ്പോൾ ഇതിനെ നമ്മൾ ഗൗരവത്തോടുകൂടി കണ്ടുകൊണ്ട് അതുമായി ബന്ധപ്പെട്ട ഒരു പരിസ്ഥിതി നയത്തിലേക്ക് ഓരോ രാഷ്ട്രീയ സംഘടനകളും എത്തിച്ചേരുകയും ആ രാഷ്ട്രീയ സംഘടനകൾ കേരളത്തിലെ ജനങ്ങളോട് ഇതാണ് ഞങ്ങളുടെ പരിസ്ഥിതി നയം, ഇതായിരിക്കും ഞങ്ങൾ പിന്തുടരുക എന്ന് പറയേണ്ടുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ടായിട്ടുണ്ട്. അപ്പം ഈ ദുരന്തത്തിൽ നിന്ന് നമ്മൾ ഇപ്പോൾ താൽക്കാലികമായി ചില സംവിധാനങ്ങളിലൂടെയൊക്കെ അതിജീവിക്കുകയും ഇത് മറവിയിലേക്ക് പോവുകയും ചെയ്യും. എന്നാൽ ഇതിൽ നിന്ന് നമ്മളൊരു പാഠം പഠിച്ചുകൊണ്ട് ഇത്തരത്തിലൊരു മുൻകൈ നമ്മുടെ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും സർക്കാരും ഉദ്യോഗസ്ഥരും ഒക്കെ ചേർന്ന് എടുത്തില്ല എങ്കിൽ ഈ സംസ്ഥാനത്തെ അത്ര വിദൂരമല്ലാത്തൊരു ഭാവിയിൽ വലിയ അപകടങ്ങൾ കാത്തിരിക്കുന്നു എന്നുള്ളതിൻ്റെ ഒരു അപായ മണിമുഴക്കമായി ഈ വയനാട് ദുരന്തത്തെ കാണാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് ഇത്തരത്തിലുള്ള ശ്രമങ്ങൾ ആരംഭിക്കേണ്ടതുണ്ട് എന്നാണ് എൻ്റെ അഭിപ്രായം. Meet the editors.